ഓണം ആഘോഷിക്കുന്ന മുസ്ലിമീങ്ങളോടാണ് എനിക്ക് സംസാരിക്കാനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ അമലുകളും കബൂലാക്കുമാറാവട്ടെ. അമലുകൾ ഇസ്ലാമികമാക്കുവാനും മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മൾ കരുതലോടെ തയ്യാറെടുക്കണം. പരിശുദ്ധ ഇസ്ലാം ഒരു മതത്തിനെയും ആക്ഷേപിക്കുകയോ ഒരു മതത്തിനെയും കളിയാക്കുകയോ ചെയ്യുന്നില്ല. വലാ തസുബ്ബുല്ലദീന യദ്ഊന മിൻ ദൂനില്ലാ, ഇത് പരിശുദ്ധ ഖുർആനിൻ്റെ ആജ്ഞാപനമാണ്. അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയരുത്, കളിയാക്കരുത് എന്ന് പരിശുദ്ധ ഖുർആൻ. പക്ഷേ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം മുസ്ലിമീങ്ങൾക്ക് കൃത്യമായ ആരാധനയും ആചാരവും ആഘോഷവും ഉണ്ട്. ഇസ്ലാമല്ലാത്ത മറ്റു മതസ്ഥരുടെ ആരാധനയോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. മറ്റു മതങ്ങളുടെ ആചാരങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളോട് മുസ്ലിമീങ്ങൾ ഒരിക്കലും യോജിച്ചു പോകുന്നത് ശരിയല്ല. പൊതുവെയുള്ളൊരു വർത്തമാനമുണ്ട്, ഓണം അത് കേരളീയരുടെ മുഴുവൻ ആഘോഷമാണ് എന്ന്. ഓണത്തിൻ്റെ ചരിത്ര പശ്ചാത്തലങ്ങൾ ഹൈന്ദവ മത ആചാരവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. ഹൈന്ദവ വിശ്വാസികളും പിന്നെ ഓണം ആഘോഷിക്കുന്നവരെല്ലാം അതിനെ ആഘോഷിക്കുന്നതിനെ നമ്മൾ വിമർശിക്കുന്നില്ല. ഇത്തരം ആഘോഷങ്ങളെയും ആചാരങ്ങളെയും ഒക്കെ നമ്മൾ പരിഹസിക്കുന്നത് തീർത്തും ഇസ്ലാം മത വിരുദ്ധ പ്രവർത്തനമാണ്. അത് ചെയ്യാൻ പാടില്ല. അതോടൊപ്പം ആഘോഷിക്കാനും പാടില്ല. മുസ്ലിമെ, നിൻ്റെ വീട്ടുമുറ്റത്ത് പൂക്കളമിടുന്നത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നിൻ്റെ വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം ഒരുങ്ങുന്നത് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നില്ല. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ മദീനയിൽ 2 ആഘോഷങ്ങളുണ്ടായിരുന്നു. മദീനയിലെ ജൂതന്മാർ കൊണ്ടു നടന്നിരുന്ന ആഘോഷങ്ങളായിരുന്നു അത്. നെയ്റൂസ്, മഹർജാൻ എന്ന 2 ആഘോഷങ്ങൾ. പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ആഘോഷങ്ങളെപ്പറ്റി പറഞ്ഞത്, നിങ്ങൾക്ക് ആഘോഷിക്കാൻ, മദീനക്കാരെ, മുസ്ലിമീങ്ങളെ, നിങ്ങൾക്ക് ആഘോഷിക്കാൻ ഇതിലും നല്ല 2 ദിവസങ്ങളെ അള്ളാഹു തയ്യാറാക്കിയിട്ടുണ്ട്. ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും. ആ ദിവസങ്ങളിൽ നിങ്ങൾ ആഘോഷിക്കുക. ഇതൊരിക്കലും മറ്റുള്ള മതസ്ഥരോടുള്ള വിദ്വേഷമോ അല്ലെങ്കിൽ വിമർശനമോ പറയാനുള്ളതല്ല. പരിശുദ്ധ ഇസ്ലാം അങ്ങനെ പഠിപ്പിക്കുന്നുമില്ല. മദീനയിലേക്ക് വന്ന ജൂതന്മാർക്ക് താമസിക്കാൻ മസ്ജിദുൻ നബവിയിൽ അവസരം ഒരുക്കിക്കൊടുത്ത പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ, അവിടുത്തെ ജീവിതത്തിൻ്റെ സന്ദേശമാണ് നമ്മൾ പറയുന്നത്. ഇസ്ലാം എന്ന് പറഞ്ഞാൽ അത് സുന്ദരമാണ്, മറ്റുള്ളവരെ ബഹുമാനിക്കലാണ്, മറ്റുള്ളവരുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും ആരാധനകളെയും ബഹുമാനിക്കലാണ്. അതോടൊപ്പം ഇസ്ലാമിൻ്റെ ആരാധനയും അനുഷ്ഠാനങ്ങളും ആചാരങ്ങളും ഒരു കറ പോലും തട്ടാതെ സംരക്ഷിക്കലുമാണ്. മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ല പറയുന്നു, നെയ്റൂൻ മഹർജാൻ പോലുള്ള ആചാരങ്ങൾ അനുഷ്ഠിക്കൽ കുറ്റകരമായ കർമ്മമാണ് എന്ന് മുല്ലാ അലിയുൽ ഖാരി റഹിമഹുല്ല പറയുന്നുണ്ട്. അതുപോലെ തന്നെ മിർഖാത്തിൽ പറയുന്നുണ്ട്, ഇതര മതസ്ഥരുടെ ആഘോഷങ്ങളിൽ സമ്മാനങ്ങൾ കൊടുത്തയക്കുക, അതുപോലെ പതിവില്ലാത്ത വസ്തു വാങ്ങുന്നതും സന്തോഷിക്കുന്നതും ആ ദിവസത്തിൽ അവൻ്റെ കർമ്മങ്ങൾ ഇതര മതസ്ഥരുമായി സാമ്യപ്പെടുകയും ചെയ്താൽ അവൻ്റെ അമലുകളെല്ലാം പൊളിഞ്ഞു പോകുമെന്ന് മിർഖാത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഓണം ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ. മുസ്ലിമീങ്ങൾ അതിൽ നിന്ന് വിട്ടുനിൽക്കുന്നത് നമ്മുടെ അമലുകളെ സംരക്ഷിക്കാനും നമ്മുടെ വിശ്വാസത്തിനെ സംരക്ഷിക്കാനും നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മോടി പിടിപ്പിക്കുവാനും സഹായിക്കും. നാഥൻ തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും.